ഹലോ, രാത്രിയിലെ ഈ ശീലങ്ങൾ നിങ്ങളുടെ ചർമ്മത്തിൻ്റെ ഭംഗി നശിപ്പിക്കും. അവ എന്താണെന്ന് നോക്കാം. ഉറക്കം കൃത്യമായി ലഭിക്കാത്തത് നിങ്ങളുടെ ചർമ്മത്തിൻ്റെ ആരോഗ്യം നശിപ്പിക്കുകയും യുവത്വം നഷ്ടപ്പെടുത്താൻ കാരണമാവുകയും ചെയ്യും. കണ്ണിന് ചുറ്റുമുള്ള കറുപ്പ്, വീക്കം, മങ്ങിയ ചർമ്മം എന്നിവയ്ക്കെല്ലാം ഇത് കാരണമാകും. രാത്രിയിൽ കിടക്കുന്നതിന് മുമ്പ് മൊബൈലും മറ്റും ഉപയോഗിക്കുന്നതും ചർമ്മത്തിന് ദോഷകരമാണ്. ഈ സ്ക്രീനുകളിൽ നിന്നുള്ള വെളിച്ചം ഉറക്കം തടസ്സപ്പെടുത്തുകയും ചർമ്മത്തിൻ്റെ യുവത്വം നഷ്ടപ്പെടുത്തുകയും ചെയ്യും. അതുമാത്രമല്ല, രാത്രി ഏറെ വൈകി ഭക്ഷണം കഴിക്കുന്നതും ചർമ്മത്തിൻ്റെ ആരോഗ്യത്തെ ബാധിക്കും. രാത്രിയിൽ വളരെ കൊഴുപ്പ് കൂടിയതും പഞ്ചസാര അടങ്ങിയതുമായ ഭക്ഷണം കഴിക്കുന്നത് വീക്കവും മുഖക്കുരുവുമൊക്കെ ഉണ്ടാകാൻ കാരണമാകും. പില്ലോ കവറുകൾ പതിവായി മാറ്റാതിരിക്കുന്നത് ചർമ്മത്തിൽ അണുബാധയും മറ്റും ഉണ്ടാകാൻ കാരണമാകും. തലയണ കവറുകളിലെ എണ്ണ, അഴുക്ക്, ബാക്ടീരിയ എന്നിവ ചർമ്മത്തിലേക്ക് എത്തുന്നതാണ് ഇതിന് കാരണമാകുന്നത്. ചർമ്മത്തിൻ്റെ ഭംഗിയും ആരോഗ്യവും സംരക്ഷിക്കാൻ കമിഴ്ന്ന് കിടന്ന് ഉറങ്ങുന്നത് ഒഴിവാക്കണം. തലയണയിൽ മുഖം വെച്ച് കിടക്കുന്നത് മൂലമുള്ള സമ്മർദ്ദം കാരണം മുഖത്തിന് ചുളിവുകളും വരകളും ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ്. അതുപോലെ തന്നെ മദ്യപാനം ആരോഗ്യത്തിന് ഹാനികരമാണ്. മദ്യം ചർമ്മത്തിൽ നിർജ്ജലീകരണം ഉണ്ടാക്കും. ഇത് വീക്കം, ചുവപ്പ്, അസ്വസ്ഥതകൾ എന്നിവ ഉണ്ടാക്കുകയും ചെയ്യും. ഇത് ചർമ്മത്തിൻ്റെ ആരോഗ്യത്തെ ബാധിക്കുകയും തിളക്കം കുറയ്ക്കുകയും ചെയ്യും. അതിനാൽ മദ്യപാനം പരമാവധി കുറയ്ക്കണം. രാത്രി കിടക്കുന്നതിന് മുമ്പ് വെള്ളം കുടിക്കേണ്ടത് ചർമ്മത്തിൻ്റെ ആരോഗ്യത്തിന് വളരെയധികം പ്രധാനമാണ്. ഇത് ചെയ്യാതിരിക്കുന്നത് നിർജ്ജലീകരണത്തിന് കാരണമാവുകയും ചർമ്മത്തിൻ്റെ തിളക്കവും യുവത്വവും നഷ്ടപ്പെടുത്തുകയും ചെയ്യും. കിടക്കുന്ന മുറിയിൽ ചൂട് വളരെയധികം കൂടുതലാണെങ്കിൽ അതും ചർമ്മത്തിൻ്റെ ഭംഗിയെയും ആരോഗ്യത്തെയും ബാധിക്കും. ഇത് അമിതമായി വിയർപ്പിനും സുഷിരങ്ങൾ അടയുന്നതിനും കാരണമാവുകയാണ് ചെയ്യുന്നത്. രാത്രിയിൽ അമിതമായി ഭക്ഷണം കഴിക്കുന്നത് പോലെ തന്നെ അത്താഴം ഒഴിവാക്കുന്നതും ചർമ്മത്തെ ദോഷകരമായി ബാധിക്കും. വേണ്ടത്ര ഭക്ഷണം കഴിക്കാതിരിക്കുന്നതും പോഷകക്കുറവ് ഉണ്ടാക്കുന്നതാണ്. പോഷകക്കുറവ് അത് ചർമ്മത്തെയും ബാധിക്കും. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുമ്പോഴേ ബൈ. താങ്ക് യു.